ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെയാണ് കഴിഞ്ഞ 110 ദിവസമായി നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 111 ദിവസം. ശ്രീമന്നാരായണീയം 11 ദശകത്തിൽ 3 ശ്ലോകത്തെയാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. അതിനെയാണ് നാം അനുസ്മരിക്കുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയം എന്ന അതിൻ്റെ ഭാഷാഗാനത്തെ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവൽപ്രേരണൈവ ഭൂമൻ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ താൻ ദ്വാസ്ഥൗ ജയഃ വിജയഃ അപി അരുന്ധാം തേഷാം ചിത്തേ കോപഃ പദം ആപച ഭൂമൻ സർവം ഭവൽ പ്രേരണയാ ഏവ. പട്ടേരിപ്പാട് ശ്രീമന്നാരായണീയം പലയിടത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ്, ഭഗവാന്റെ പ്രേരണയാണ് ഈ ലോകത്തിലെ സകല പ്രവൃത്തികൾക്കും കാരണം എന്ന് പലയിടത്തും പറയുന്നുണ്ട്. അതേപോലെ ഇവിടെയും പറയുന്നു, ഭവദ്ദിദൃക്ഷുൻ ഭവനം വിവിക്ഷുൻ. ഗുരുവായൂരപ്പ വൈകുണ്ഠമൂർത്തയെ അവിടുത്തെ കാണാനായിട്ട്
അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന ഭവനം വിവിക്ഷുൻ, ആ വൈകുണ്ഠത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന നൈശ്രേയസം എന്ന ഉദ്യാനത്തിൻ്റെ കാവൽക്കാരാണത്രേ ജയവിജയന്മാർ. അപ്പോൾ അവിടെ ആ ഗോപുരം കടക്കാനായിട്ട് ഭാവിക്കുന്ന താൻ ദ്വാസ്ഥവും ജയഹ വിജയ, ആ സനകാദികളെ ദ്വാസ്ഥന്മാർ, ദ്വാസ്ഥന്മാർ ദ്വാരപാലകർ അല്ലെങ്കിൽ കാവൽക്കാർ. അവിടെ ദ്വാരപാലന്മാരായിരിക്കുന്ന ജയനും വിജയനും, ജയഹ വിജയ അപി അരുന്ധാം, രണ്ടുപേരും ഈ സനകാദി യോഗീശ്വരന്മാരെ തടഞ്ഞു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഈ 4 പേരാണ് അവിടേക്ക് കടന്നു വന്നത്. അവരെ തടയണു. എന്നിട്ടോ തേഷാം ച ചിത്തേ പദമാപ കോപ, തേഷാം ചിത്തേ കോപഹ പദം ആപച, അവരുടെ ആ സനകാദി യോഗീശ്വരന്മാരുടെ മനസ്സിലേക്ക് കോപം സ്ഥലം പിടിച്ചു. കോപഹ പദം ആപാച്ച, സ്ഥലം പിടിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ കോപമുണ്ടായി, അവർക്ക് ദേഷ്യമുണ്ടായി. ശ്രീമദ് ഭാഗവതം ഈ സന്ദർഭത്തിൽ അവർക്ക് കാമാനുജനുണ്ടായി എന്നാണ് പറയുന്നത്. കാമന്റെ അനുജനാണ് ക്രോധം. കാമം ഉണ്ടായിക്കഴിഞ്ഞാലാണ് അടുത്തതായിട്ട് ക്രോധം ഉണ്ടാവുക. ഇതേപോലെ ഇവിടെ പറയുന്നു, ആ സനകാദി യോഗീശ്വരന്മാരുടെ ഉള്ളിൽ അവർക്കകത്ത് കോപം ഉണ്ടായി. അതിന് കാരണം എന്താ? ഭൂമൻ, ഭഗവാനെ എല്ലാം സർവം ഭവൽ പ്രേരണയ ഏവ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. സനകാദി യോഗീശ്വരന്മാര് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളെയൊക്കെ ജയിച്ച ആളുകളാണ്. അവര് ജിതേന്ദ്രിയന്മാരാണ്. അങ്ങനെയുള്ള ആളുകളിൽ കോപമുണ്ടായി എങ്കിൽ അതിന് കാരണം എന്താണ്? സർവം ഭവൽ പ്രേരണൈവ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ടാണ് എന്നാണ്. രാഗദ്വേഷാദികളില്ലാത്ത സനകാദികൾക്ക് പോലും കോപം വന്നു എന്നാണ്. ഭഗവാന്റെ പ്രേരണ, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ലോകത്തിൽ ഒരു ചെറു നിമിഷം പോലും കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഭൂമൻ എന്ന് പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്തത്. സനകാദി യോഗീശ്വരന്മാർക്ക് കോപമുണ്ടായി. അവർക്ക് ആദ്യം ഭഗവാനെ കാണാത്തത് കൊണ്ടുള്ള താപമുണ്ടായി. താപത്തിൽ നിന്ന് കോപമുണ്ടായി. കോപത്തിൽ നിന്ന് ശാപമുണ്ടായി എന്ന് പറയുന്നു. ആ ശാപത്തെയാണ് നമ്മൾ നാളെ അനുസ്മരിക്കുക. ഇപ്പോൾ ഒരിക്കൽ കൂടി ഈ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം ശ്രീഹരിയം ഭാഷാഗാനത്തെ പാടി ഭഗവത് പാദങ്ങളിൽ, അതേപോലെ തന്നെ ആ ഭട്ടപാദരുടെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് ഭക്തിയാദരപൂർവം സമർപ്പിക്കാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപ കോപ സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ. ശ്രീഹരിയം. നാരായണ 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 ഗുരുവാദേശ. ഭവനത്തിൽ പ്രവേശിച്ചു ഭഗവാനെ വണങ്ങിടാൻ ഭക്തജന പൂജിതരാം സനകാദികൾ ദ്വാരപാലകരാം ജയ വിജയന്മാർ തടഞ്ഞതും കോപം പൂണ്ടു മാമുനിമാർ എല്ലാം നിന്നിഷ്ടം. നാരായണ 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 ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി
സമർപ്പയാമി.